എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കോവിഡ് ആയതിനു ശേഷം എല്ലാവരും യാത്രയൊക്കെ ഉപേക്ഷിച്ച് അവരുടെ വീടുകളായിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെയൊക്കെ ഒരു കുറവ് വന്നതിന് ശേഷം ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങളും ഒരു യാത്ര പോകാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. പോകുന്നത് ഗുരുവായൂർക്കാണ്. അപ്പോൾ ഗുരുവായൂർ യാത്രയും പിന്നെ അവിടെ ചെന്നിട്ടുള്ള ഒരു വിശേഷവുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ്, ഒരു വിവാഹം. ആ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത്. കുറച്ച് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വിവാഹം നടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് ഇടപ്പള്ളി ലുലു മാളിന് ഓപ്പോസിറ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ എറണാകുളത്ത് ഒരു ആവശ്യത്തിനായിട്ട് കുറച്ച് മുൻപേ, 1-2 മണിക്കൂർ മുൻപേ ഇറങ്ങി. അപ്പം എന്നോടൊപ്പമുള്ള എൻ്റെ ഫാമിലിയെല്ലാം അവരെല്ലാം കരുനാഗപ്പള്ളിയിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഞാനും അവരോടൊപ്പം ജോയിൻ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിവിടുന്ന് യാത്ര തുടരും. വിവാഹം എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ മൂത്ത മകളുടെ വിവാഹം. അപ്പോൾ ആ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. യാത്രയുടെ വിശേഷങ്ങളും രസകരമായ നിമിഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്ന മൊബൈൽ ഷോപ്പ് ഇതാണ്. എൻ്റെ പേരെന്താ? എവിടെ സ്ഥലം? കാസർഗോഡുകാരനാണ് ഞാൻ. ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. ഞാൻ ഇവിടുന്ന് ട്രൈപോഡ് വാങ്ങിച്ചു. അപ്പോൾ നല്ല ലാഭത്തിനൊക്കെ തന്നു. അപ്പോൾ ഇടപ്പള്ളൊക്കെ വരുമ്പം എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരെന്താ? ഫോൺ ഗാരേജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. അത്യാവശ്യം നല്ല സർവീസാണ്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ റിലേറ്റീവ്സിനെ കാത്താണ്. അവർ ട്രാവലറിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അവർ വരുന്ന കാഴ്ച, അവിടുന്ന് യാത്ര തുടങ്ങിയതും ഒക്കെ ഒരു ചെറിയൊരു കാഴ്ച കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് അവർ വരും. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ. കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്ന ട്രാവലർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി നമ്മുടെ ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്യും. സ്ഥാനാർത്ഥി നല്ല ഉറക്കത്തിലാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളുടെ ഒരു വിശേഷമാണ് നാളെ നടക്കാൻ പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആഹ്ലാദത്തിലാണ്. ഒരു പരിധി വരെ ഞങ്ങളെല്ലാവരും ദുഃഖത്തിലുമാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് പേരെ പങ്കെടുപ്പിക്കേണ്ട ഒരു ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് പലരെയും പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പൊരുത്തപ്പെട്ട് ഈ ഒരു ചടങ്ങ് ധന്യമാക്കുവാൻ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് യാത്ര? ബോറായിപ്പോയില്ലേ? കുഞ്ഞാട്ടെ നമ്മുടെ സാരഥി ഇതാ. എൻ്റെ പേരെന്തുവാ? ഗിരീഷെ. വണ്ടിക്കകത്ത് പാട്ടില്ലാത്തതുകൊണ്ട് ഇവരെല്ലാവരും മൂഡ് ഓഫിലാണ്. എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി ഈ വണ്ടി പ്രൊമോട്ട് ചെയ്യത്തില്ല ഞങ്ങൾ. കേട്ടോ അല്ല, ഞാനിത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ വേണ്ടില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. എന്നിട്ട് നമുക്ക് പുതിയ വണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നമായിട്ട് കുറേ വണ്ടികളെല്ലാം ഒതുക്കിയിട്ടിരുന്ന ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ എന്നാലും ഇത് വർക്ക് ചെയ്യാത്ത സാധനം വണ്ടിയുണ്ടോ? ഇടയ്ക്ക് ചായ കുടിക്കാനെന്ന് ഇറങ്ങിയതാണ്. എല്ലാവരും ക്ഷീണിച്ച് ഇത് കുഞ്ഞാറ്റ പാർവതി, ഇതെൻ്റെ അനിയൻ്റെ മോളാ. ഇത് ഹരിയണ്ണൻ. ഓക്കെ, ഇത് അനിയൻ്റെ വൈഫ് സ്മിത. ഓക്കെ, ഇതെൻ്റെ ഒരു സഹോദരിയാണ് ശ്രീകല. ഇത് വേറെ സഹോദരി ഗീത, സ്ഥാനാർത്ഥിയുടെ അമ്മയാണ്. ഇത് ശ്രീലത. ഈ വരുന്ന ആളിനെ പിന്നെ അറിയാമല്ലോ. എൻ്റെ ഒരു അളിയത്തരാ. ആയിരിക്കും. തട്ടുകടയിൽ ഇവിടെ ചായ ഒഴിക്കുന്നു. അല്ല, ഇത് വീട്ടിൽ നിന്ന് കൊണ്ടതാണ്. കിണ്ണത്തപ്പം ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് പിഴിഞ്ഞ അല്ലേ? എവിടെ ഉണ്ടാക്കിയതാ? കേക്കെ പെന്മന ആളാരല്ലോ വരുമ്പോൾ കണ്ടാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫർ. ചേട്ടത്തി എന്നെ കൂടി വിളിക്കും. ഇനിയുണ്ടോ? ഞങ്ങൾ നിൽക്കുന്നതേ വാരാപ്പുഴ. കേക്ക് ഉണ്ടപ്പോൾ കേക്ക് കഴിക്കാനാണ്. ഇത് ഒറ്റ ടിക്കറ്റേ ഉള്ളൂ? ബാക്കിയാ ഉണ്ടോ? കയ്യിലുണ്ടോ? എന്താ എടുത്ത് വെക്കാത്ത? ആൾക്കാർ തട്ടിക്കൊണ്ട് പോകും. ആ, ഓ എടാ മഹാദ്രോഹികളെ, സാമദ്രോഹികളാണ് മതി. കണ്ടോ ഈ ചേച്ചി ഒരു ടിക്കറ്റ്, ചേച്ചിയുടെ വേറെ ടിക്കറ്റ് ഉണ്ട്. പക്ഷേ ചേച്ചി ബാക്കിയുള്ള ടിക്കറ്റിലെടുത്ത് ബാഗിനകത്ത് വെച്ചേക്കാം.
2-3 എടുത്ത് കൈ വെച്ചാലേ ഈ കാറിനകത്തൊക്കെ വരുന്നവർ വന്ന് നോക്കിയിട്ട് പൈസ കൊടുക്കാൻ തട്ടിയെടുത്ത് നടക്കും ഇല്ലേ? ആണേ 5 കോടി, 1 കോടി വീതം 5 പേർ. പുതിയ ഇതിൻ്റെ പേര് ഭാഗ്യമിത്ര. അടിക്കാൻ നോക്കട്ടെ വേണ്ട. ഇപ്പം ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു എല്ലാവരും. അപ്പം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ഇപ്പോൾ സമയം 5:30 ഇനി ഒരു 2 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റീഫ്രഷായി. പാട്ടില്ലാത്തതിൻ്റെ ഒരു വിഷമമില്ല. അതെ അതാണ് ഓട്ടംതുള്ളൽ കലാകാരി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം ഈ കോവിഡ് ആയതിനു ശേഷം ഈ വിവാഹങ്ങളും മറ്റ് വിശേഷങ്ങളെല്ലാം നമ്മുടെ ആർഭാടങ്ങളെല്ലാം കുറച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക വളരെ ചുരുങ്ങിയ രീതിയിൽ നടത്താനാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ തുടർന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ അത്രയും ആർഭാടമായ ചിലവുകളൊക്കെ ചുരുക്കി അതൊക്കെ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ സഹോദരിയുടെ മകൾ, ഞങ്ങളുടെ കുഞ്ഞുമോൾ, അവളുടെ മൂത്ത മകളുടെ വൈഷ്ണവിയുടെ വിവാഹം. അപ്പം അതും 50-ൽ താഴെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുന്നത്. അതും വളരെ ലളിതമായ രീതിയിൽ. ഒരുപക്ഷെ നമ്മുടെ എന്താ പറയുക കുട്ടികളെല്ലാം ആഗ്രഹിച്ചിരുന്നതിനേക്കാൾ വലിയ രീതിയിൽ നൃത്തവും പാട്ടും ആ രീതിയിലൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാമല്ലോ, ആ രീതിയിലൊക്കെ നടത്തണമെന്നൊരു ആഗ്രഹത്തിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് നമ്മൾ ഈ രീതിയിൽ നടത്തുന്നു. എന്ത് പറയുന്നത് അതിനെക്കുറിച്ച് അഭിപ്രായം പറയൂ. വിഷമമുണ്ട്, പിന്നെ നല്ല കാര്യമാണ്. ചെലവെല്ലാം കുറഞ്ഞിരിക്കും. അടിപൊളിയായിട്ട് നമുക്ക് നടത്താം. 5-6 പേരെ ഉള്ളെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ പാടങ്ങളൊക്കെ ചുരുക്കി ചെലവ് ചുരുക്കി നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടി കല്യാണത്തിൽ പങ്കെടുക്കാം, നമുക്ക് നടത്താം. ഓക്കേ. അപ്പം ഞങ്ങൾ ഇപ്പം വടക്കൻ പറവൂർ എത്തി അല്ലേ? പറവൂർ എത്തി. ഓക്കെ, അപ്പം യാത്ര തുടരാം. അപ്പം ഞങ്ങളുടെ താമസത്തിലെത്തി. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, ശ്രീകൃഷ്ണ റെസിഡൻസി. ഓക്കെ, ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് നാളെ പകൽ നല്ല വിഷ്വൽസ് ഉണ്ട്, കാണാം. അപ്പം എല്ലാവരുടെ റൂമിലെത്തി. റൂമെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാളെ വിവാഹം കഴിക്കുന്ന ചെറുക്കനും പെണ്ണും അവരുടെ മാതാപിതാക്കളും എല്ലാവരും ഈ റൂം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് രാവിലെ പറയാം. അപ്പോൾ അവരെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. കാണണ്ടേ? ഹായ് ഹായ് തത്തമ്മ, ദേവൂസ്, ഉണ്ണിക്കുട്ടൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെണ്ണിൻ്റെ അച്ഛനെയും അമ്മയാണ്. ഓക്കെ, അതായത് എൻ്റെ ഇളയ സഹോദരിയും ഭർത്താവ്. ഇതാണ് ഞങ്ങളുടെ അശോക് തത്വമസി. ഓക്കെ, ഹായ്.
നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ താരങ്ങളെ ചെറുക്കനെയും പെണ്ണും. ദിൻരാജ് ചക്കര. ഓക്കെ, ചക്കരയുടെ ദിൻരാജിൻ്റെ വിവാഹം നാളെ അടിച്ചുപൊളിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോ, അതായത് വിവാഹത്തിൻ്റെ വീഡിയോ, സ്പെഷ്യൽ വീഡിയോ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, അതുപോലെ തന്നെ ആശീർവദിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.
ഞാൻ ഒരു പ്രാവശ്യം വൈൻഡപ്പ് ചെയ്ത വീഡിയോ ആണിത്. പക്ഷേ വീണ്ടും നമുക്കൊരു മൈലാഞ്ചി പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞില്ലേ വന്ന ആ ഒരു മൂഡിൽ നിന്നും വളരെ സന്തോഷത്തോടെയുള്ള ഒരു വലിയൊരു ആഘോഷത്തിൻ്റെ ഒരു മൂഡിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ചക്കരയുടെ കല്യാണത്തിൻ്റെ വീഡിയോസും മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും signing off.